ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രം മതി നമുക്കിതിന്. ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും വന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ഇട്ടുകൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൈദയുടെ അളവൊന്നും നമുക്ക് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ടീസ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേണം നമ്മുടെ വീട്ടിൽ ആളുകൾ എത്രയുണ്ട് അതിനനുസരിച്ച് നമുക്ക് മൈദ എടുക്കാം. അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് നമുക്കിത് എന്തായാലും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയും തളിച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ടീസ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലെന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിൻ്റെ ശേഷം വേണം നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു ഡോ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രം നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കാം. കൂടുതലായിട്ട് കുഴച്ചെടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു മാവിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം മാത്രം ഇത് കുഴച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ മീഡിയം സൈസുള്ള ബോൾസുകളാക്കി ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ കൂടി നമുക്കിതുപോലെ ഒന്ന് തടവി കൊടുക്കാം. നമുക്ക് ഇപ്പം തന്നെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരിക്കലും ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊരു ബോൾസ് എടുത്തിട്ടുണ്ട്. മൈദ ഒന്ന് കൗണ്ടർ ടോപ്പിൽ തൂവി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുന്ന ടൈമിലൊന്നും നമ്മൾ തീരും ഇതിൽ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ. ആകെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ബോൾസുകളാക്കി വെക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പൊടി ഇട്ടിട്ട് വേണം നന്നായിട്ട് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഞാനിതൊന്ന് പരത്തിയിട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നീളങ്ങത്തിലാണ് ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലെയും കഷ്ണങ്ങൾ ഞാനിതാ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേഗത്തിൽ തന്നെ കത്തി വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് വേഗത്തിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സാധാരണ പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് എണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും വേഗത്തിലും ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് ചുരുട്ടി വെക്കില്ലേ, അതേപോലെ തന്നെയാണ് ഇതൊന്ന് റെഡിയാക്കിയിട്ട് വെക്കുന്നത്. ബാക്കി ഭാഗം ഉള്ളിലേക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ബാക്കി കൂടി ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാതും ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് എണ്ണ അതുപോലെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതുപോലൊരു എന്താ പറയുക, പലകയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണ എന്താ വേണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഒന്നതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ കയ്യിൽ കുറച്ച് വെച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും നമ്മൾ കയ്യിൽ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വലിപ്പം വേണ്ട കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള വലിപ്പത്തിലുള്ളതാണ് നമുക്ക് നല്ലത്. അതിനാകുമ്പോൾ നമ്മുടെ ഈ ലെയർ അതേപോലെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഞാനൊരു പാന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഒരു പൊറോട്ട ഒന്ന് ഇട്ട് കൊടുക്കുക. വേഗത്തിൽ നമുക്ക് ഇതൊന്ന് വേവായിട്ട് കിട്ടും. കാരണം തിളച്ച വെള്ളത്തിലാണ് നമ്മളിതൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ നമ്മുടെ ഒരു പൊറോട്ട ഒന്ന് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു പൊറോട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി ആയാലും നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു പൊറോട്ട ചുട്ടെടുക്കുന്നത് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് കാസറോളിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി കൂടി ഞാനൊന്ന് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ എല്ലാതും ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ചൂടോടെ തന്നെ വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് പൊറോട്ട പൊടിഞ്ഞു പോവാതെയും അതുപോലെ തന്നെ ഈ ലെയറും നമുക്ക് ഇതിലേക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനത് അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് ആ ലെയറും ആ ഒരു നൂൽ പരുവത്തിൽ തന്നെ നമ്മുടെ ഒരു പൊറോട്ട കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ പൊറോട്ട ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസിയാണ്. അതുപോലെ മെത്തേഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ട് നല്ല സപ്പോർട്ട് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ.